കേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെ വധശ്രമം അടക്കം ചുമത്താൻ SIT വകുപ്പ് തല നടപടിക്കും ശുപാർശയുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വന്നേക്കും. അതേസമയം ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കും കളമൊരുങ്ങുകയാണിപ്പോൾ. ഡാൻ കുര്യൻ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ അജി ജുവൽ കുര്യാക്കോസും MLA AD തോമസും അടക്കം അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അത്. അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണത്തിനുള്ള സാധ്യത വർദ്ധിക്കുകയല്ലേ? SITക്ക് മൊഴി നൽകുന്നതിനിടെയാണ് ആലപ്പുഴയിൽ പോലീസ് മർദ്ദനത്തിന് ഇരയായ AD തോമസ് MLAയും അതോടൊപ്പം അജയ് ജുവൽ കുര്യാക്കോസും സംസ്ഥാനത്തിന്റെ നിർണായകമായ പദവിയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ നിർണായകമായ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴിയിൽ പറയുന്നത് ഈ റിപ്പോർട്ട് തിരുത്താൻ ADGPയുടെ സമ്മർദ്ദം ഉണ്ടായി. ആദ്യം സമർപ്പിച്ച റിപ്പോർട്ട് വലിച്ചു കീറി ADGP എന്ന തരത്തിലാണ്. അതിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണം MR അജിത് കുമാറിന്റെ ഇടപെടലുകളിലേക്ക് കൂടി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ 2 ഗൺമാൻമാരടക്കം 5 പേരാണ് ഈ കേസിൽ പ്രതികൾ. അതിൽ അനിൽകുമാറും സന്ദീപും അവരാണ് പ്രധാനമായി ഈ മർദ്ദിക്കുന്നത്. ആ ദൃശ്യങ്ങളായിരുന്നു മാധ്യമങ്ങളുടെ അടക്കം പുറത്തുവരികയും ചെയ്തിരുന്നത്. അവർക്കെതിരെ വകുപ്പ് തല നടപടി കൂടി അടിയന്തരമായി ഉണ്ടാകാനാണ് സാധ്യത. സസ്പെൻഡ് ചെയ്ത ശേഷം വകുപ്പ് തല നടപടി ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമായിരിക്കും ഉണ്ടാകുക. എന്തായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും SIT അടിയന്തര റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. എന്തായാലും കടുത്ത നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യം ഏതായാലും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.